So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ CRAയിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ 2 യൂണിറ്റുകൾ. അതിലെ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരാണ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കമ്പനി ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ എ കമ്പനി. മിക്ക CRയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആ സെക്ഷനിൽ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡിഫൈൻ എ കമ്പനി എന്നത് 2 മാർക്കോ ഇപ്പോൾ 3 മാർക്ക് എങ്ങനെ വെച്ചാൽ അങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം നമുക്ക്. എ കമ്പനി ഈസ് എ വോളണ്ടറി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആൻഡ് ഹാവിംഗ് എ കോമൺ സീൽ ആൻഡ് പെർപെച്വൽ സക്സഷൻ. കമ്പനി എന്ന് പറയുന്നത് എന്താണ്? വോളണ്ടറിലി ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. വോളണ്ടറി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരു അസോസിയേഷനാണ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. അത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ലോ ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. അതേപോലെ തന്നെ അതിന് എന്തുണ്ടാവുള്ളൂ? ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും. ആൻഡ് ഹാവിങ് എ കോമൺ സീൽ. അതേപോലെ തന്നെ കമ്പനിക്ക് ഒരു കോമൺ സീലും പെർപെച്വൽ സക്സഷൻ എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്ന് അത് ഇല്ലാണ്ടേ പോകില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ ലോങ് ടേമിലേക്കായിരിക്കും കമ്പനി എപ്പോഴും ഫോം ചെയ്യുന്നതാണ് പെർപെച്വൽ സക്സഷൻ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി. ഒരു രജിസ്റ്റേർഡ് കമ്പനിക്ക് ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ 8 പോയിൻറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒന്നാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കമ്പനിയും അതേപോലെ തന്നെ ആ കമ്പനി നടത്തിക്കൊണ്ടുവരുന്ന മെമ്പേഴ്സും അതിന് ഓണേഴ്സും രണ്ടും സെപ്പറേറ്റ് ആണ്. രണ്ടുപേരും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ് ഇൻ ദ എന്താണ് ഐ ഓഫ് ദ ലോ. ലോയുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ കമ്പനിയും അതേപോലെ തന്നെ ആ കമ്പനി നടത്തുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഒരു വർക്കേഴ്സ് എന്ന മെമ്പേഴ്സ് എല്ലാം സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മണിയും അതേപോലെ തന്നെ കമ്പനിയുടെ പ്രോപ്പർട്ടി എല്ലാം കമ്പനിക്ക് തന്നെ ഉള്ളതാണ്, അല്ലാണ്ട് അത് ഷെയർ ഹോൾഡേഴ്സിനുള്ളതല്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. രണ്ടാമത്തെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ അല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷെയർ ഹോൾഡർ ഇപ്പോൾ വന്ന് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ, നമ്മുടെ കമ്പനിയിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു എമൗണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്ര എമൗണ്ട് മാത്രമേ അദ്ദേഹത്തിന് വരുന്ന ലയബിലിറ്റി ആയിട്ടുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ഷെയർ, ആ ഷെയറിൻ്റെ എമൗണ്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി. ഇപ്പോൾ 100 രൂപയുടെ ഷെയറാണ് മേടിച്ചിട്ടുള്ളെങ്കിൽ 100 രൂപയ്ക്കും ആ ഒരു പർട്ടിക്കുലർ പേഴ്സണുള്ള ലയബിലിറ്റി. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത്ര രൂപ തന്നേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് 50,000 രൂപ തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 50,000 രൂപ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്നത്. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റിയുടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് ആസ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ഓർ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, ലിമിറ്റഡ് ബൈ ഷെയറോ ഗ്യാരണ്ടിയോ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ജസ്റ്റ് ആ ഷെയറിൻ്റെ വിലയോ അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് എമൗണ്ട് അത്ര മാത്രമേ ലയബിലിറ്റി വരികയുള്ളൂ. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്, ലിമിറ്റഡ് ലയബിലിറ്റി. ഇനി മൂന്നാമത്തെയാണ് പെർപെച്വൽ സക്സഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു കമ്പനി എന്നത് ഒരിക്കലും ഡൈ ചെയ്യില്ല, ഇറ്റ് നെവർ ഡൈസ്. അതെന്താണ്? അതിന് കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡർ മരിച്ചു എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് മരിച്ചു എന്ന് വെച്ചിട്ട് കമ്പനി അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നില്ല. കമ്പനി പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ ഒരാളുടെ മെൻ്റൽ ഡിസോർഡറോ ഒരാളുടെ ഡെത്തോ കാരണം ഒന്നും എന്ത് ചെയ്യില്ല, ആ കമ്പനി അവിടെ വെച്ച് ഇല്ലാണ്ടാവില്ല. കമ്പനി പിന്നെ മരിക്കുകയും ചെയ്യില്ല, കാരണം കമ്പനി എന്നതൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇതൊന്നും ആ ഒരു കമ്പനീനെ ബാധിക്കുകയില്ല. അപ്പോൾ കമ്പനി എന്ന സാധനം ക്രിയേറ്റ് ചെയ്തത് ലോ വച്ചാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. അതുകൊണ്ട് തന്നെ അത് എൻഡ് ചെയ്യണമെന്നാണെങ്കിൽ ലോ വച്ച് തന്നെ എൻഡ് ചെയ്യണം, അല്ലാണ്ട് ഡെത്തോ ഇൻസോൾവൻസിയോ മെൻ്റൽ ഡിസോർഡറോ ഒന്നും കമ്പനീനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ലോ ക്രിയേറ്റ് ചെയ്ത കമ്പനി ലോ വച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് മൂന്നാമത്തെ പോയിന്റ്, പെർപെച്വൽ സക്സഷൻ. ഇനി നാലാമത്തെയാണ് കോമൺ സീൽ. അപ്പോൾ നമുക്കറിയാം കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണാണ്. അവർക്ക് സംസാരിക്കാനോ എഴുതാനോ സാധിക്കില്ല. അപ്പോൾ പക്ഷെ എന്താണ്, കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്?
കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കമ്പനി എക്സ് എന്ന പേരുള്ള കമ്പനി വൈ എന്ന കമ്പനിയുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവിടെ സിഗ്നേച്ചറോ ഒന്നും ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സംസാരിക്കാനൊന്നും കമ്പനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ കമ്പനി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പനി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എങ്ങനെയായിരിക്കും? വിത്ത് ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് കോമൺ സീൽ. ആ ഒരു കോമൺ സീലിൻ്റെ ഹെൽപ്പോടെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുക? കമ്പനി ഓരോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. ആ സീലിൽ അവിടെ എന്തുണ്ടാവും? ആ കമ്പനിയുടെ പേരും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് 4ാമത്തെ പോയിന്റ്, കോമൺ സീൽ. ഇനി 5ാമത്തെയാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. ഒരു പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് അസോസിയേഷൻ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കമ്പനിയുടെ ഷെയർ ഞാൻ ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ എൻ്റെ ഷെയർ ഫ്രീ ആയിട്ട് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഒരു കമ്പനിയുടെ കേസിലാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എൻ്റെ ഷെയർ എനിക്ക് വേറൊരു വ്യക്തിക്ക് സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ വേറൊരു വ്യക്തിയുടെ ഷെയർ എനിക്ക് മേടിക്കാനും സാധിക്കും. അപ്പോൾ കമ്പനിയുടെ ഷെയർ എന്നത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. എനിക്ക് വേണമെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ഷെയർ മേടിക്കാം, അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ഷെയർ വിൽക്കാനും സാധിക്കും. അതാണ് 5th പോയിന്റ്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ എന്നത്. ഇനി അടുത്ത 6th പോയിന്റ് ആണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ നേരത്തെ പറഞ്ഞത് എന്താണ്? കമ്പനി എന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ ആണ്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിനും ആ ഒരു കമ്പനിക്കും ഈ പറയുന്ന പ്രോപ്പർട്ടീസും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനുള്ള റൈറ്റ്. അവർക്ക് വേണമെങ്കിൽ പ്രോപ്പർട്ടീസ് ഏൺ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോൾ തോന്നുന്നു അപ്പോൾ പ്രോപ്പർട്ടി ഡിസ്പോസും ചെയ്യാം, വിൽക്കാനുള്ള റൈറ്റും കമ്പനിക്കുണ്ട്. അത് ഫുൾ എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് കമ്പനിക്ക്. അപ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടി എന്നത് കമ്പനിയുടെ മാത്രമാണ്, അതിൽ വേറെ ഷെയർ ഹോൾഡേഴ്സിനൊന്നും റൈറ്റ് ഇല്ല, സെപ്പറേറ്റ് പ്രോപ്പർട്ടിയാണ്. അതാണ് 6th പോയിന്റ് പറയുന്നത്. 7th വൺ ആണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇപ്പോൾ പറഞ്ഞു കമ്പനി ഒരു പേഴ്സണാണ്, അപ്പോൾ ബാക്കിയുള്ള അതിൻ്റെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും ഡിഫറെൻറ്റ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ കമ്പനി തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കെതിരെയായിട്ട് ഈ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാം? കേസ് കൊടുക്കാം. ഷെയർ ഹോൾഡേഴ്സിന് മാത്രമല്ല പബ്ലിക്കായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു കമ്പനിയുടെ എതിരെ കേസ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കമ്പനിക്കും തിരിച്ച് ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡർ എന്ന് തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഏതെങ്കിലും മെമ്പർ എന്ന് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കാരണം കമ്പനി എന്നത് പേഴ്സണാണ്, കമ്പനിക്കും സ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ കമ്പനിയുടെ എതിരെ കമ്പനിയുടെ മേലും എന്താണ് കേസ് ചെയ്യാനുള്ള റൈറ്റ് ബാക്കിയുള്ളവർക്കും ഉണ്ട്. അതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. നമ്മൾ ഇതേവരെ എല്ലാ പറഞ്ഞ പോയിന്റ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നത്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കാരണം എന്താണ്? അതിന് ബോഡിയോ സോളോ ഒന്നുമില്ല. പക്ഷേ ലോ അതിനെ ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു നാച്ചുറൽ പേഴ്സൺ അല്ല, ഇത് നാച്ചുറൽ പേഴ്സണൽ ലോ അതിനെ അസ്യൂം ചെയ്യണം. ഇങ്ങനെ ഇതൊരു പേഴ്സണായിട്ട് ആർട്ടിഫിഷ്യൽ പേഴ്സണായിട്ട് സങ്കല്പിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ വർക്ക് ചെയ്യുന്ന ആരിലൂടെയാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൂടെയും അതേപോലെ തന്നെ അവർ എലക്ട് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിലൂടെയാണ് ഈ ഒരു കമ്പനി മുന്നോട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി. സോ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പനി ആക്ട് 2013? 2013 ഇറങ്ങിയ കമ്പനി ആക്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1956 കമ്പനി ആക്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഓരോ ഫീച്ചേഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. 1956 ഇറങ്ങിയ കമ്പനി ആക്ടിനേക്കാളും ഒന്നുകൂടിയും ഫ്ലെക്സിബിളാണ് നമ്മുടെ 2013 റീസെൻ്റിലെ കമ്പനി ആക്ട് എന്നത്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ കമ്പനി ആക്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റൂൾസ് മേക്ക് ചെയ്യാനുള്ള പവറാണ് സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ലോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ വരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം. അടുത്താണ് വൈഡർ സ്കോപ്പ്. പുതിയ കമ്പനി ആക്ട് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് പഴയ കമ്പനി ആക്ടിലേക്കാളും കൂടുതൽ ലൈക്ക് കമ്പനീസ്, ദെൻ ബോഡി കോർപ്പറേറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി എൻറ്റിറ്റീസ്, ഇങ്ങനെ കുറേ ഡിവിഷൻസ് ആ ഒരു ന്യൂ കമ്പനി ആക്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈഡർ സ്കോപ്പാണ് പുതിയ കമ്പനി ആക്ടിനുള്ളതെന്നാണ് പറയുന്നത്. ഇനി 3ാമത്തെയാണ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. 1956 ആക്ട് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്നത് ലൈസൻസ് രാജ് എന്ന് പറയുന്ന ഒരു ഓൾഡ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും കമ്പനിയുടെ ഫോർമേഷന് വേണ്ടിയുള്ള ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും അതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ പുതിയ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ പുതിയ കമ്പനി ആക്ട് ഒന്നുകൂടി ഓട്ടോണമിയാണ്. കമ്പനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ അധികമൊന്നും ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണ്ടാൻ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതാണ് ലിബറൽ അഡ്മിനിസ്ട്രേഷൻ.
ഇനി നാലാമത്തെയാണ് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ലിബറലായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനാണ്. എന്നാൽ ഈ പറയുന്ന കാര്യത്തിൽ ഈ ഓട്ടോണമി ആയിട്ട് ഈ ഓരോ കാര്യം ഗ്രാൻഡ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും വയലേഷൻ നടത്തുകയാണെങ്കിൽ, നമ്മുടെ കമ്പനിയുടെ നോംസ് അല്ലെങ്കിൽ റൂൾസിനെതിരെ എന്തെങ്കിലും വയലേഷൻ നടത്തുകയാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റും വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അവിടെ ലിബർട്ടിയൊന്നും അല്ലെങ്കിൽ എന്താണ് ലിബറലായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അടുത്താണ് സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക്. അപ്പോൾ ബോത്ത് സിവിൽ അതേപോലെ ക്രിമിനൽ ലോ വയലേഷൻ, ഇത് രണ്ട് കാര്യങ്ങളെയും നല്ല പെട്ടെന്ന് തന്നെ, ഇപ്പോൾ സിവിൽ വയലേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിമിനൽ വയലേഷൻ ആയിക്കോട്ടെ, ഇത് രണ്ടായാലും പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യണം. പെട്ടെന്ന് തന്നെ അതിന് പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ എങ്ങനെ വെച്ചാൽ അത് ഒതുക്കി തീർക്കണം. അതിന് വേണ്ടി അതിന് പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് തന്നെ സെറ്റ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ എല്ലാം സ്മൂത്തായിട്ട് റൺ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ പുതിയ കമ്പനി ആക്ട് 2013 ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഫ്ലെക്സിബിലിറ്റി. സെക്കൻഡ് വൺ വൈഡർ സ്കോപ്പ്. തേർഡ് വൺ ലിബറൽ അഡ്മിനിസ്ട്രേഷൻ. നാലാമത്തത് സ്ട്രിക്റ്റ് പണിഷ്മെൻറ്റ്. അഞ്ചാമത്തത് സ്ട്രോങ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഭാഗ്യമുണ്ടെങ്കിൽ 50 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒന്നാണിത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ പോയിൻറ്റ്സ് മാത്രം എഴുതി വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. സോ നമുക്ക് ആദ്യം തന്നെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ആണ് ലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പം നമ്മുടെ കമ്പനി ലിമിറ്റഡ് ആണെങ്കിൽ, ലിമിറ്റഡ് ബൈ ഷെയർ ഓർ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ആ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്നതും ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർ ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്തോരം ഷെയർ കൊണ്ടുവന്നോ, ഒരു 10 റുപ്പീസിൻ്റെ ഷെയർ ആണെന്നെങ്കിൽ ആ 10 റുപ്പീസേക്ക് അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി എന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാരണ്ടീഡ് ആണെങ്കിൽ അദ്ദേഹം പറയാണ് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപ തന്നോളാം എന്ന് ഗ്യാരണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണോ ഗ്യാരണ്ടി പറഞ്ഞ് ആ രൂപ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എന്താണ് ലയബിലിറ്റി എന്നത് ലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് അല്ല. രണ്ടാമത്തെയാണ് സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ്. കമ്പനി എന്നത് എന്താണ് ഒരു ഇൻഡിപെൻഡൻറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ആണ്. കമ്പനിയും അതേപോലെ തന്നെ മെമ്പേഴ്സും രണ്ടും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പിന്നിൽ നിന്ന് കളിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു എന്താണ് പ്രൊട്ടക്ഷനാണ്. എന്ത് ചെയ്താലും കമ്പനി എന്താ കമ്പനിക്ക് പണി കിട്ടിക്കോളും, അത് നമുക്ക് ബാധിക്കുന്ന കാര്യമല്ല, കാരണം കമ്പനിയുടെ പേരിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ മെമ്പേഴ്സിന് പറ്റിയൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് ഈ പറയുന്ന കാര്യം, സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് പെർപെച്വൽ സക്സഷൻ. ആ കമ്പനിയുടെ ഏത് മെമ്പർ മരിച്ചെന്ന് വെച്ചാലും കമ്പനി എന്ത് ചെയ്യുന്നില്ല, അവിടെ എൻഡ് ആവുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കമ്പനി ഉണ്ടാക്കിയത് ലോ വച്ചാണ്, അതേ ലോ വച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കമ്പനിനെ വൈൻഡപ്പ് ചെയ്യാനും സാധിക്കുള്ളൂ. അതാണ് പെർപെച്വൽ സക്സഷൻ, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് കമ്പനിക്ക് ഉണ്ടാവും. നാലാമത്തെയാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. കമ്പനിയുടെ കേസിലാണെങ്കിൽ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ട്രാൻസ്ഫറബിൾ ആണ്. ആ ഷെയർ ഹോൾഡേഴ്സിനൊന്നുമില്ലെങ്കിൽ തൻ്റെ ഷെയർ മറ്റൊരാൾക്ക് വിൽക്കാം, അല്ലെങ്കിൽ വേറൊരാളുടെ ഷെയർ ഇയാൾക്ക് മേടിക്കാനും സാധിക്കും. അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ. അഞ്ചാമത്തെയാണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി. കമ്പനിയുടെ പ്രോപ്പർട്ടിയുടെ മേൽ റൈറ്റ് ഒന്നും ഒരു വ്യക്തിക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ എല്ലാ പ്രോപ്പർട്ടിയുടെയും ഫുൾ ഓണർഷിപ്പ് ഇരിക്കുന്നത് കമ്പനിയുടെ പേരിൽ തന്നെയായിരിക്കും. അപ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടി കമ്പനിക്കും, അതേപോലെ തന്നെ ആ ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി ഓണേഴ്സിൻ്റെ ആയിരിക്കും. അതാണ് സെപ്പറേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം. ആറാമത്തെയാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനി എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്കെതിരെയായിട്ട് ആർക്ക് വേണമെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കമ്പനിക്ക് വേറെ ഏതെങ്കിലും വ്യക്തികളെ തെറ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ അതിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ കമ്പനിക്കും റൈറ്റ് ഉണ്ട്. അതാണ് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇതെല്ലാമാണ് ഇൻകോർപ്പറേഷൻ്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും, സെപ്പറേറ്റ് കോർപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ടാവും, പെർപെച്വൽ സക്സഷൻ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർ, സെപ്പറേറ്റ് പ്രോപ്പർട്ടി, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് പ്രൊസീജിയൽ ഫോർമാലിറ്റി. കമ്പനി തുടങ്ങുക എന്നത് വളരെ വലിയൊരു ഫോർമാലിറ്റിയാണ്. അതിന് കുറേ സ്റ്റെപ്സും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വളരെയധികം പ്രൊസീജിയേഴ്സ് ഉള്ളൊരു വലിയൊരു നൂലാമാലകളുള്ളൊരു ഫോർമാലിറ്റിയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ്. രണ്ടാമത്തെയാണ് എക്സ്പെൻസീസ്. അതാണ് ഇൻകോർപ്പറേഷൻ എന്ന സാധനം, അത് വളരെ എക്സ്പെൻസീവ് ആയിട്ട് ഒന്നാണ്. കമ്പനി ഒരെണ്ണം രൂപപ്പെട്ട് വരാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട്. നോട്ടീസ് സെൻഡ് ചെയ്യണം, ആനുവൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം, മീറ്റിംഗ് നടത്തണം, അതുപോലെ തന്നെ കമ്പനി ആക്ട് പ്രകാരമുള്ള കുറേ കാര്യങ്ങളൊക്കെ നടത്തി തരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ
ലോ വെച്ച് നോക്കുമ്പോൾ കമ്പനി എന്താണ്, ഒരു സിറ്റിസണായിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണായിട്ട് കാണുന്നത്. പക്ഷേ ആക്ച്വലി എന്താണ്, കമ്പനി ഒരു സിറ്റിസൺ ഒന്നുമല്ല. അതുകൊണ്ട് എന്താണ്, കമ്പനിക്ക് ഒരു സിറ്റിസനെ പോലെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒന്നും കിട്ടുന്നുമില്ല. അപ്പോൾ ഒരിക്കലും കമ്പനി സിറ്റിസനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അത് ഇൻകോർപ്പറേഷൻ്റെ സാധാ ക്യാഷ് നോക്കുമ്പോൾ അത് ജെന്യുവനുള്ള കാര്യമല്ല. നാലാമത്തെയാണ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വിൽ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ആ കമ്പനി മെമ്പേഴ്സിന് കമ്പനിയുടെ പേരും പറഞ്ഞ് കമ്പനിയുടെ പിന്നിലിരുന്ന് ഒളിച്ചിരിക്കാമെന്ന്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ, ആ ഒരു കമ്പനി തെറ്റാണ്, കമ്പനിക്കെതിരെ കേസ് വരും അങ്ങനെ കരുതി കമ്പനീനെ ചൂഷണം ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ലോക്ക് തോന്നാണ് കമ്പനിയല്ല തെറ്റിയാണത്, കമ്പനിയെ കൊണ്ട് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഡയറക്ടേഴ്സാണ് കള്ളത്തരം കാണിക്കുമെന്ന് കഴിഞ്ഞാൽ ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന സാധനം അതെടുത്ത് കളയും. ആ ഒരു കോർപ്പറേറ്റ് വീൽ എന്നതുണ്ട്, അത് റേസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയും അതേപോലെ തന്നെ എന്താണ്, അതിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സും എല്ലാം ഒന്ന് തന്നെയാണ്, രണ്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, കമ്പനിയുടെ എല്ലാ തെറ്റുകളും ബോർഡ് സെയിം തെറ്റായിട്ട് കാണും, രണ്ടും സെയിം ആയിട്ട് കാണും. അതാണ് ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീൽ. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവാണ്. അഞ്ചാമത്താണ് കോർപ്പറേറ്റ് സ്കാംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താണ്, പ്രൊമോട്ടേഴ്സ് മിക്കവരും കമ്പനിയെ ഉപയോഗിച്ച് ചീറ്റ് ചെയ്യാറുണ്ട്, ഇന്നസെൻറ്റ് പബ്ലിക്കിനെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കമ്പനിയുടെ പേരും പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ്, അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, പ്രൊസീജിയർ ഫോർമാലിറ്റി, എക്സ്പെൻസീവാണ്, കമ്പനി സിറ്റിസൺ അല്ല, അതേപോലെ ലിഫ്റ്റ് ഇൻ ദ കോർപ്പറേറ്റ് വീൽ, കോർപ്പറേറ്റ് സ്കാംസ്. ഇതെല്ലാമാണ് മെയിൻ ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റഡ് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. രണ്ട് തിയറി നോട്ട്സൊക്കെ നമുക്ക് ലാസ്റ്റ് എക്സാം തലേദിവസം വേണ്ടി റിവൈസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thanks for watching.